ഉറപ്പായും വരിന്റെ അമ്മായി. വന്നാ മാത്രം പോരാ മോനെ. 2 കൊല്ലം മുന്നേ നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് 3/4 പവൻ മോതിരം ഞാൻ കൊടുത്തിരുന്നു. അതുകൂടെ ഓർത്തിട്ട് വേണം വരാൻ. ഓർമ്മയുണ്ട് അമ്മായി, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം. ശരി മക്കളെ. ശരി അമ്മായി. ചേട്ടാ, എവിടുന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും നമുക്ക് അമ്മായിയുടെ മോൾക്ക് സ്വർണം കൊടുക്കണം. ചുരുങ്ങിയത് ഒരു 1 പവനെങ്ങ കൊടുക്കണം. എടി, എനിക്ക് അതിന് ആകെ 25,000 രൂപയല്ലേ ശമ്പളമുള്ളൂ. അതൊന്നും എങ്ങനെ വാങ്ങാനാ? ചേട്ടാ എന്ത് വർത്താനാ പറയണത്? അവസാനം വരെ നമുക്ക് നമ്മുടെ സ്വന്തക്കാരെ ഉണ്ടാവുള്ളൂ. അമ്മായിക്ക് സന്തോഷം വരുന്നത് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്. മാഡം, എനിക്കൊരു 2 മാസത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് തരാൻ പറ്റുമോ? നിങ്ങൾ ജോലിക്ക് കയറിയിട്ട് 6 മാസേ ആയുള്ളൂ. അതിനിടയിൽ എങ്ങനെ 2 മാസം സാലറി അഡ്വാൻസ് തരിക? ഹലോ, ഒരു 50,000 രൂപ കടം തരാൻ പറ്റുമോ? ഞാൻ നാട്ടിലില്ല, എനിക്കൊന്നും തരാൻ പറ്റില്ല. 10% പലിശ. എന്താ ചേച്ചി പലിശ 10% എന്നൊക്കെ പറയുന്നേ? വേണമെങ്കിൽ വാങ്ങിച്ചാ മതി. വേണ്ട ചേച്ചി. എന്തായി ചേട്ടാ, പൈസ സെറ്റായാ? ഫംഗ്ഷന്റെ ഡേറ്റിംഗ് അടുത്തു. അമ്മായി വിളിച്ചിരുന്നു. 1 പവനെങ്കിൽ എന്തായാലും കൊടുക്കണം. ഒന്ന് നിർത്തണ്ട. അറിയണവരോട് അറിയാത്തവരോടൊക്കെ കടം ചോദിച്ചു. ഇന്നലെ വരെ നല്ലോണം സംസാരിച്ചിരുന്ന എന്റെ കൂട്ടുകാർ ഇന്ന് എന്നെ കാണുമ്പോ മുഖം തിരിഞ്ഞാ നടക്കുന്നത്. എന്നെ കൊണ്ട് 1 പവൻ പോയിട്ട് 1/2 പവൻ പോലും കൊടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു 2 ഗ്രാം എടുത്തു കൊടുക്കാം. അതേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഏത് നേരം സ്വർണം. കല്യാണ ദിവസം എടാ, അമ്മായിക്ക് പറഞ്ഞാ മനസ്സിലാവൂടാ. വായോ വായോ, സുഖായിരിക്കണോ രണ്ടാളും? ആ സുഖായിരിക്കുന്ന അമ്മായി. എന്റെ മോൾക്ക് എത്ര പവൻ സ്വർണം കൊണ്ടുവന്നുണ്ട്? ഇതെന്താ? ഞാൻ നിങ്ങൾക്ക് 3/4 പവനല്ലേ തന്നെ? അപ്പൊ തിരിച്ച് 1 പവനെങ്കിലും തരേണ്ടതല്ലേ? ഇതിപ്പോ 1/4 പവൻ കൂടിയില്ലല്ലോ. ഛേ, ഇതെങ്ങനെ എന്റെ മോളുടെ കയ്യിലിടാൻ കൊടുക്കുക? അത്രക്ക് ഇടാൻ വിഷമുണ്ടെങ്കിൽ അതും കിട്ടി തിരിച്ചു തന്നേക്കമ്മായി. എന്താ മോളെ നിന്റെ ചേട്ടന്റെ സംസാരത്തിന് ഒരു കാനം? പിന്നെ എങ്ങനെ സംസാരിക്കണം അമ്മായി? മണ്ഡപത്തിൽ പോലും കേറ്റാതെ വാതിക്കൽ നിർത്തി എത്ര പവൻ കൊണ്ടുപോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങനെ സംസാരിക്കണം? 2 കൊല്ലം മുന്നേ 3/4 പവൻ തന്നു പറയണില്ലേ? അന്നത്തെ സ്വർണത്തിന്റെ വില എന്താ, ഇന്നത്തെ സ്വർണത്തിന്റെ വില എന്താ? ആ കണക്ക് വെച്ച് നോക്കുമ്പോ ഈ 1/4 പവൻ തന്നെ കൂടുതലാ. ഒന്നും മിണ്ടാണ്ടിരുന്നപ്പോ രണ്ടും കൂടി പറഞ്ഞു എങ്ങോട്ടാ? ഇത്ര വിഷമുണ്ടെങ്കിൽ ആ 3/4 പവന്റെ മോതിരം തിരിച്ചു തന്നെ. അവസാനം വരെ ബന്ധുക്കൾ കൂടെ ഉണ്ടാവും പറഞ്ഞില്ലേ നീ? നമ്മുടെ കയ്യിൽ കാശുണ്ടാവുന്നവരെ ആ ബന്ധുക്കളൊക്കെ കൂടെ ഉണ്ടാവുള്ളൂ. ആ മോതിരം കൊടുത്തിട്ട് വാ നീ. നിങ്ങൾ സ്നേഹത്തിന്റെ പുറത്ത് എനിക്ക് തന്നതാന്ന് വിചാരിച്ചു. ഇതാ പിടിക്ക്. ഇനി ഞങ്ങൾ തന്ന മോതിരം കിട്ടാ. വാ ചേട്ടാ, പോവാ.